ഹായ്, എൻ്റെ പേര് അമൽ ജോണി. നമ്മളിന്ന് വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് ACCA കോഴ്സിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ? കൊമേഴ്സ് അല്ലെങ്കിൽ ഫൈനാൻസ് ലോകത്തിലേക്ക് വരാൻ താല്പര്യമുള്ള ആർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണ്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണോ, നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, +2 കഴിഞ്ഞിരിക്കുകയാണോ, ഡിഗ്രി കഴിഞ്ഞ ആളാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കൊമേഴ്സ് ഫീൽഡിൽ തന്നെ ഏതെങ്കിലും ജോബ് റോൾസിൽ വർക്ക് ചെയ്യുകയാണോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കാം. ACCA പോലത്തൊരു കോഴ്സിന് എന്തുകൊണ്ടൊരു ഗെയിം ചേഞ്ചർ ആവാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ACCയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ആ വാക്ക് പറയുമ്പോൾ അത് 100% മീൻ ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ACCയുടെ ക്വാളിഫിക്കേഷൻ പഠിക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതൊരു രാജ്യത്തിൽ മാത്രം റെസ്ട്രിക്റ്റ് ആയുള്ള കോഴ്സല്ല. നിങ്ങൾ ഇന്ത്യയിൽ പഠിക്കുന്നതുകൊണ്ട് ഇന്ത്യയിൽ മാത്രം വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ GCC മാത്രം വർക്ക് ചെയ്യണോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് 180+ കൺട്രീസിൽ ഈ പറയുന്ന കോഴ്സിൻ്റെ സ്കോപ്പുകളുണ്ട്. അതും ജസ്റ്റ് ഒരു ഫീൽഡ് മാത്രമല്ല, ഫൈനാൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ഓഡിറ്റോ ടാക്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങോ അങ്ങനെ പല ഏരിയസിലും ഇതിൻ്റെ സ്കോപ്പ് വളരെ വൈഡ് സ്പ്രെഡാണ്. ഇനി അടുത്ത അഡ്വാൻറ്റേജിലേക്ക് വരുവാണെങ്കിൽ ഇതിന് മറ്റൊരു വലിയൊരു അഡ്വാൻറ്റേജാണ് ഫ്ലെക്സിബിലിറ്റി. സോ ഫ്ലെക്സിബിലിറ്റിനെ പറ്റി പറയുന്നത് കുറേ പറയാനുണ്ട്. ലെറ്റ് സമ്മറൈസ് ഇറ്റ് ഇൻ 3 പോയിൻറ്റ്സ്. ഏജ്. നിങ്ങളുടെ ഏജ് ACCA ക്വാളിഫിക്കേഷന് ജോയിൻ ചെയ്യുന്ന ഫാക്ടർ അല്ല. ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 7th ക്ലാസ്സിലോ 8th ക്ലാസ്സിലൊക്കെ വേണമെങ്കിലും ACCA ക്വാളിഫിക്കേഷന് ജോയിൻ ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ഏജ് പ്രശ്നമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പേര് ക്വാളിഫിക്കേഷനോട് സോർട്ടഡ് ഔട്ട് ആണ്. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാവണമെന്നോ +2 പാസ്സാവണമെന്നോ ഡിഗ്രി പാസ്സായിട്ടുണ്ടാവണമെന്നോ ഇതൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുന്നേ തന്നെ വേണമെങ്കിൽ കോഴ്സിന് ജോയിൻ ചെയ്യാം. ടൈമിംഗ് ACCയുടെ ഇൻടേക്ക് ഈ സമയത്ത് മാത്രമുള്ളൂ, അല്ലെങ്കിൽ ഏപ്രിലിൽ മാത്രം സ്റ്റാർട്ട് അങ്ങനെയൊന്നുമല്ല. നമുക്ക് എല്ലാ വർഷത്തിലും ACCക്ക് 4 എക്സാം വീതം വെച്ചിട്ടുണ്ട്. സോ ഇവരുടെ 4 ഇൻടേക്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് ടൈം നഷ്ടപ്പെടുന്നില്ല. നിങ്ങളൊരു ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത ഇൻടേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ ജോയിൻ ദ കോഴ്സ് ആസ് സൂൺ ആസ് പോസിബിൾ. അതുപോലെ നിങ്ങളുടെ കോഴ്സ് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, സയൻസ് ആണ് പഠിച്ചിട്ടുള്ളത്, ACCA പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ACCക്ക് ജോയിൻ ചെയ്യാം. ഈവൻ BTech കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, +2 സയൻസ് വന്നിട്ടുള്ള ആൾക്കാർ, BSc കെമിസ്ട്രി അങ്ങനെ മാത്സ് ഒക്കെ എടുത്തുന്ന പല ആൾക്കാരും ACCക്ക് വന്ന് നല്ല സുഖമായിട്ട് പഠിച്ച് പാസ്സായി പോകാറുണ്ട്. സോ കോഴ്സ് ബാക്ക്ഗ്രൗണ്ട് പ്രശ്നമില്ല. സോ ഫ്ലെക്സിബിലിറ്റി ACCയുടെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ACCയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് കരിയർ പ്രോഗ്രഷൻ. നിങ്ങൾ ACCA മെമ്പർ ആവുന്നതുകൊണ്ട് നിങ്ങൾ ACCക്കാർ ഉപേക്ഷിക്കുകയല്ല. നിങ്ങൾക്ക് ലൈഫിൽ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോളജുകൾ, പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ടെക്നോളജീസ് ഇൻ ഫൈനാൻസ് ഒക്കെ നിങ്ങൾ ACCയെ അവെയർ ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. സോ നിങ്ങൾ കരിയറിൽ ഒരു പോയിന്റിലും സ്റ്റക്ക് അല്ല. യു കീപ്പ് ഓൺ ലേണിംഗ്, യു കീപ്പ് ഓൺ ഇംപ്രൂവിങ് ആൻഡ് യു കീപ്പ് ഓൺ ബീങ് ബെറ്റർ. അത് മറ്റൊരു ACCയുടെ അഡ്വാൻറ്റേജ് ആണ്. ACCയുടെ മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ACCA പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ACCA എന്ന ബോഡി പല ഇൻ്റർനാഷണൽ ബോഡീസായിട്ടും ടൈ അപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ബോഡിയാണ്. ACCA കംപ്ലീറ്റ് ചെയ്ത ആൾക്ക് പല യൂണിവേഴ്സിറ്റിയിലും PG പഠിക്കാൻ വേണ്ടിയിട്ടും MBA പഠിക്കാൻ വേണ്ടിയിട്ടും കുറേയും കൂടെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ACCA മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് പോയി പഠിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ACCA നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ പോയിട്ട് MBA വേണമെങ്കിൽ പെർസ്യൂ ചെയ്യാം. സോ നിങ്ങളുടെ ACCA ക്വാളിഫിക്കേഷൻ അതിന് മിനിമം ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആ ക്വാളിഫിക്കേഷൻ ജോയിൻ ചെയ്യാനുള്ള. സോ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് വേറെയും പല കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് BSc ഇൻ അപ്ലൈഡ് അക്കൗണ്ടിങ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ പല രാജ്യങ്ങളുടെയും ചാർട്ടേഡ് അക്കൗണ്ടിങ് ക്വാളിഫിക്കേഷനായിട്ട് ടൈപ്സ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ACCA കംപ്ലീറ്റ് ചെയ്തിട്ട് ICAEW CA പോലത്തുള്ള ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾസോ ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. നിങ്ങളൊരു ACCA മെമ്പർ ആകുമ്പോഴത്തേക്കും വെറുതെ കുറേ നോളജ് മാത്രമല്ല ഗെയിൻ ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള നോളജ് വെച്ച് ഒരു പ്രാക്ടിക്കൽ എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന ഇൻസൈറ്റ്സ് വെച്ച് നിങ്ങൾ ഇൻഡസ്ട്രിക്ക് ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. സോ ആർക്കാണ് ഈ കോഴ്സ് കൂടുതൽ സൂട്ടബിൾ ആവുന്നത്? നിങ്ങൾക്ക് കൊമേഴ്സ് ഫീൽഡിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരാളാണോ? ജോയിൻ us and unlock a world of opportunities with ACCA. Come, join us to be a commerce pro.